ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്ററായ ഐ വിൽ ഫ്ലൈ എന്ന ചാപ്റ്ററാണ്. ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക, കാരണം ഇനിയും നമ്മുടെ വീഡിയോസ് ഓരോ പാർട്ടായിട്ട് വരാനിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈസി ഇംഗ്ലീഷ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ ഐ വിൽ ഫ്ലൈ എന്ന ചാപ്റ്ററിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സമ്മറിയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഐ വിൽ ഫ്ലൈ ഈസ് എ സ്പീച്ച് വിച്ച് ഈസ് ഡെലിവേർഡ് ബൈ ഡോക്ടർ APJ Abdul Kalam. In this speech, Kalam says that the youth do not want to afraid of their future because they have an ignited mind with which they can conquer anything. He is going to talk about I am born the wings. അതായത് ഐ വിൽ ഫ്ലൈ എന്ന സ്പീച്ചിലൂടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ യുവജനങ്ങൾ ഒരിക്കലും അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുക അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, അവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവർക്കൊരു ഇഗ്നൈറ്റഡ് മൈൻഡ്, അതായത് ജ്വലിക്കുന്ന മനസ്സാണുള്ളത്. അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചുകൊണ്ട് അവർക്ക് എന്തിനേയും കീഴടക്കാൻ പറ്റുമെന്നാണ് ഇവിടെ സാറ് പറയുന്നത്. അദ്ദേഹം ഐ ആം ബോൺ വിത്ത് വിങ്സ്, ഞാൻ ചിറകുകളോടെയാണ് ജനിച്ചത് എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കാൻ പോയിരുന്നത്. Before Kalam is going to deliver a speech on I am born with wings, he gives an account of an incident which happened in the past. അദ്ദേഹം ഈ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപേ ആയിട്ട് അദ്ദേഹത്തിന് മുൻപുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. Once he went to inaugurate a program called Shastriyan, which meant the propagation of science. This program selects 2,000 of students from a village and makes them capable to work as engineers, scientists, civil servants, managers and doctors. For the inaugural address, he was talking about the topic Science Empowers the Nation. അതായത് എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, സിവിൽ സർവൻസ്, മാനേജേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ്, ഇങ്ങനെയുള്ള ഓരോ ജോബുകളിലേക്ക് വളരെയധികം സ്കില്ലുള്ള അല്ലെങ്കിൽ കഴിവുള്ള 2000-ഓളം വരുന്ന കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ശാസ്ത്രയാനം. ഈ പ്രോഗ്രാമിൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു വില്ലേജിലേക്ക് പോയതായിരുന്നു അബ്ദുൽ കലാം സാറ്. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നത്. അദ്ദേഹം അവിടെ സയൻസ് എംപവേഴ്സ് ദ നേഷൻ, ശാസ്ത്രം രാജ്യത്തെ ശാക്തീകരിക്കുന്നു എന്ന ടോപ്പിക്കിലായിരുന്നു അദ്ദേഹം അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. During the question answer section, a teenager asked him a twisting question. The teenager told him that he did not have self-confidence. His ambition is to become a marine engineer. He wants to achieve his dream and wants to succeed in his career. In the end, he asked Kalam how he can achieve his dream. അതായത് ഈ സ്പീച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ചോദ്യോത്തര വേളക്കിടക്ക് ഒരു കുട്ടി എണീറ്റ് നിന്നിട്ട് കലാം സാറിനോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതായത് അവന് ഒട്ടും തന്നെ സെൽഫ് കോൺഫിഡൻസ്, അതായത് ആത്മവിശ്വാസം അവനക്ക് ഒട്ടും തന്നെ ഇല്ല. പക്ഷേ അവനക്കൊരു മറൈൻ എൻജിനീയർ ആവാൻ വേണ്ടിയിട്ടാണ് താല്പര്യം. അവൻക്ക് അവൻ്റെ കരിയറിൽ സക്സസ് ആവണമായിരുന്നു, പക്ഷെ അവൻക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ സാറിനോട് അവൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ എൻ്റെ ഡ്രീം, എൻ്റെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് ഞാൻ സാക്ഷാത്കരിക്കുക എന്ന് കലാം സാറിനോട് അവൻ ചോദിക്കുകയാണ്. Hearing this question, Abdul Kalam told that teenager acquired the voice of millions of children all over India. Many kids did not know what will happen to their future and they have confusion whether they can achieve their dream without any hindrance. അപ്പോൾ ഈ കുട്ടിയുടെ ഈ ചോദ്യം കേട്ടപ്പോൾ ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ ശബ്ദമാണ് ആ കൗമാരക്കാരൻ എന്നാണ് അബ്ദുൽ കലാം സാറ് പറഞ്ഞത്. കാരണം പല കുട്ടികൾക്കും അവരുടെ ഭാവിയിൽ എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഒരു തടസ്സവും ഇല്ലാതെ അവർക്ക് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമോ എന്നുള്ള ആശയക്കുഴപ്പം എല്ലാവർക്കും ഉണ്ട്. Then he recites a poem which is titled as I Will Fly, which tells that every human has potential, goodness, confidence, imaginative power and has the right to conquer their dream because as the poem suggests, I have wings, I will fly. അദ്ദേഹം ഈ കുട്ടിയുടെ ചോദ്യം കേട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കവിത ചൊല്ലുകയാണ്. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഞാൻ പറക്കും എന്നാണ്. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, എല്ലാ മനുഷ്യരിലും സാധ്യത, നന്മ, ആത്മവിശ്വാസം, അതുപോലെ ഭാവനാശക്തിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരവരുടെ സ്വപ്നങ്ങൾ കീഴടക്കാനുള്ള അവകാശം അവനവനുണ്ട്.
അപ്പോൾ ആ കവിതയിൽ പറയുന്നത് പോലെ എനിക്ക് ചിറകുകളുണ്ട്, ഞാൻ പറക്കുന്നാണ് പറയുന്നത്. അതായത് അവനവൻ്റെ സ്വപ്നങ്ങൾ കീഴടക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവനവനിൽ തന്നെ ഉണ്ടെന്നാണ് ഇവിടെ അബ്ദുൽ കലാം സാർ പറയുന്നത്. ഇവിടെ അബ്ദുൽ കലാം സാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അതുല്യരാണ്, ആരും ഒരുപോലെയല്ല. അങ്ങനെ എല്ലാവരും അതുല്യരാവാൻ വേണ്ടിയിട്ടാണ് കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള സമൂഹം എന്താണ് ചെയ്യുന്നത്? എല്ലാവരും തമ്മിൽ കമ്പയർ ചെയ്യാണ്. അതായത് ഒരു കുട്ടീനെ വെച്ച് മറ്റു കുട്ടികളായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലം എന്താണ്? എല്ലാവരും ഒരുപോലെ ആവും. മീൻസ് എല്ലാവരും ഒരു ബാൻഡ് വാഗൺസ് ആയി മാറും. അതിൽ കുറച്ച് പേര് മാത്രമാണ് യുണീക്കായിട്ട് നിൽക്കുകയുള്ളൂ. ഈ തലമുറയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഒരു യുണീക്ക് യു എങ്ങനെ സൃഷ്ടിക്കാം എന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം തൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഐ വിൽ ഫ്ലൈ എന്ന ചാപ്റ്ററിൻ്റെ സമ്മറി വരുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വരാൻ ഏറ്റവും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സ്പീച്ച് നോക്കാം. Dr. APJ Abdul Kalam exhorts us to be unique in his speech, I Will Fly. Imagine that you get an opportunity to address the students who prepare for the Common University Entrance Test from your school. Prepare a speech to motivate them for the examination based on your reading of the lesson. അപ്പോൾ ഈ ലെസൺ വായിച്ചതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ ലെസണുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു സ്പീച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്പീച്ച് ഒന്ന് നോക്കാം. Good morning all. Dear friends, I stand here humbled by the task before me, at the same time grateful for the opportunity bestowed out on me. Let me ask you, how many of you want to be successful in life? After 1 month, all of you will be busy writing your examination that decides your future. Let me remind you, dear friends, each one of you can come out with flying colors. All it needs is a dedicated approach. Health, happiness and success depend upon the fighting spirit of each person. എൻ്റെ മുന്നിലുള്ള ചുമതലയിൽ വിനീതനായി ഞാനിവിടെ നിൽക്കുകയാണ്. അതേസമയം എനിക്ക് ലഭിച്ച അവസരത്തിനും ഞാൻ നിങ്ങളോട് എല്ലാവരും നന്ദി പറയുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? ഒരു മാസത്തിന് ശേഷം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന വലിയൊരു പരീക്ഷ എഴുതുന്ന തിരക്കിലായിരിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മികച്ച നിറങ്ങളോടെ പുറത്തു വരാൻ കഴിയും. അതിന് വേണ്ടത് സമർപ്പിത സമീപനമാണ്. ആരോഗ്യം, സന്തോഷം, വിജയം എന്നിവ ഓരോ വ്യക്തിയുടെയും പോരാട്ട വീര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. എ ബേണിംഗ് ഡിസയർ ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഓൾ അക്കംപ്ലിഷ്മെൻറ്റ്. Just like a small fire cannot give much heat, a weak desire cannot produce great result. Some students never try because they are afraid to lose. At the same time, they don't want to stay whether they are because they are afraid to be left behind. ജ്വലിക്കുന്ന ഒരു ആഗ്രഹമാണ് എല്ലാ നേട്ടങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത്. ഒരു ചെറിയ തീക്ക് കൂടുതൽ ചൂട് നൽകാൻ കഴിയാത്തതുപോലെ തന്നെ വളരെ ദുർബലമായ ഒരു ആഗ്രഹത്തിന് ഒരിക്കലും നല്ലൊരു ഫലം നൽകാനാവില്ല. തോൽക്കുമെന്ന ഭയത്താൽ ചില വിദ്യാർത്ഥികൾ ഒരിക്കലും അവർ ശ്രമിക്കുക പോലുമില്ല. അതേസമയം അവർ എവിടെയായിരുന്നാലും അവിടെ തുടരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് പിന്നിലാകുമെന്നുള്ള കാര്യത്തിൽ അവർ ഭയപ്പെടുകയാണ്. You know, every human being is born with potential. Every human being is born with goodness and trust. You have your own dreams. To achieve greatness, you have to work hard. We need to believe in what we are doing and accept responsibility for our life. When we accept responsibility for our behavior and action, our attitude towards life becomes positive. നിങ്ങൾക്കറിയോ, ഓരോ മനുഷ്യനും കഴിവുമായാണ് ജനിക്കുന്നത്. എല്ലാ മനുഷ്യരും ജനിക്കുന്നത് നന്മയോടും വിശ്വാസത്തോടും കൂടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങളുണ്ട്. മഹത്വം കൈവരിക്കാൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക തന്നെ വേണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും വേണം. നമ്മുടെ പെരുമാറ്റത്തിൻ്റെയും അതുപോലെ പ്രവർത്തനത്തിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമയത്ത് ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവം തന്നെ പോസിറ്റീവായി മാറുകയാണ് ചെയ്യുന്നത്. Life become more meaningful and fulfilling and you become unique. For that, you have to fight the hardest battle and never stop fighting. As we are all born with wings, let us fly and fly and fly. I wish you all great success not only for your examination but also for your future life. Thank you.
ജീവിതം കൂടുതൽ അർത്ഥപൂർണവും അതുപോലെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യുന്നു. കൂടാതെ തന്നെ നമ്മൾ യുണീക്ക് ആവുന്നു, അതായത് അതുല്യനാവുകയും ചെയ്യുന്നു. അതിനായി നിങ്ങൾ ഏറ്റവും കഠിനമായ യുദ്ധം തന്നെ ചെയ്യണം. ഒരിക്കലും നമ്മൾ യുദ്ധം അവസാനിപ്പിക്കരുത്. നമ്മളെല്ലാവരും ചിറകുകളോടെയാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചിടത്തേക്കൊക്കെ നമുക്ക് പറന്നുയരാൻ കഴിയും. നിങ്ങളുടെ പരീക്ഷയിൽ മാത്രമല്ല, നിങ്ങളുടെ ഭാവി ജീവിതത്തിലും നിങ്ങൾക്ക് എല്ലാവർക്കും മികച്ച വിജയം നേരുന്നു. താങ്ക് യു. ഇനി അടുത്തതായിട്ട് നമ്മളൊരു ലെറ്ററാണ് നോക്കാൻ പോകുന്നത്. The teenager was so excited at the opportunity that was given to him. Imagine that the boy sends a letter to his friend describing the incident. What will be the content of the letter? Prepare the letter for the teenager. APJ അബ്ദുൽ കലാമിനോട് ഒരു കുട്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറഞ്ഞു. ആ കുട്ടി അവന് കിട്ടിയ ആ ഓപ്പർച്യൂണിറ്റിയിൽ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് അവൻ്റെ ഫ്രണ്ടിനൊരു ലെറ്റർ എഴുതുകയാണ്. അപ്പോൾ ആ ലെറ്റർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ഇൻഫോർമൽ ലെറ്ററാണ്, കാരണം നമ്മൾ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്ററാണല്ലോ. സെൻഡേഴ്സ് അഡ്രസ്, ഡേറ്റ്. ഡിയർ അരുൺ, ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ ഹാവ് റിട്ടൺ ടു യു. ഐ ഹോപ്പ് യു ആർ ഫൈൻ. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു നറേറ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻറ്റ് ഇൻ മൈ ലൈഫ്. ഒരുപാട് കാലമായി ഞാൻ നിനക്ക് കത്തെഴുതിയിട്ട്, നീ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. Last week, I met Dr. APJ Abdul Kalam at my school. There was a function in my school. അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ സ്കൂൾ വെച്ചിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കണ്ടു. എൻ്റെ സ്കൂളിലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ദ പ്രോഗ്രാം വാസ് കോൾഡ് ശാസ്ത്രീയൻ. ശാസ്ത്രീയൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് അവിടെ നടന്നിരുന്നത്. ഐ വെൻറ്റ് ദർ വിത്ത് മൈ ഫ്രണ്ട്സ് ടു ഹിയർ ഹിസ് സ്പീച്ച്. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേൾക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ പോയി. മീറ്റിംഗ് ഡോക്ടർ അബ്ദുൽ കലാം വാസ് റിയലി എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഡോക്ടർ അബ്ദുൽ കലാമിനെ മീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു. ഐ വാസ് പ്രൊവൈഡഡ് വിത്ത് ദ ഓപ്പർച്യൂണിറ്റി ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ടു ഹിം. എനിക്ക് അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം ലഭിച്ചു. ഹി ഗേവ് മീ ആൻ ഇൻസ്പയറിംഗ് ആൻസർ. അദ്ദേഹം എനിക്ക് നൽകിയ ഉത്തരം എന്ന് പറയുന്നത് വളരെയധികം എന്നെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നതായിരുന്നു. ഹി സ്ട്രെസ്ഡ് ഓൺ ദ നീഡ് ടു ബി യുണീക്ക്. നമ്മൾ തനതായ സ്വഭാവം കാണിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അവിടെ പറഞ്ഞിരുന്നത്. വെൻ വി ട്രൈ ടു ബി സംവൺ എൽസ് വി ആർ ഇഗ്നോറിങ് ദ ടാലൻറ്റ്സ് ദാറ്റ് ലൈ വിത്തിൻ അവർ സെൽവ്സ്. നമ്മൾ ബാക്കിയുള്ള മറ്റുള്ളവരുടെ പോലെ ആവാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കഴിവുകളെ തന്നെയാണ് മറച്ചു വെക്കുന്നത്. ഐ വാസ് നെർവസ് അറ്റ് ദ ടൈം ഓഫ് ആസ്കിങ് ദ ക്വസ്റ്റ്യൻ. ഞാൻ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഞാൻ വളരെയധികം പേടിച്ചിരുന്നു. ബട്ട് ഹിസ് ആൻസർ മെയ്ഡ് മീ ബൂസ്റ്റ് മൈ കോൺഫിഡൻസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എൻ്റെ ആത്മവിശ്വാസത്തെ കൂട്ടുകയാണ് ചെയ്തത്. നൗ ഐ ഫീൽ വെരി കോൺഫിഡൻറ്റ്. ഹിസ് വേർഡ്സ് ഇഗ്നൈറ്റഡ് മൈ മൈൻഡ്. ഞാനിപ്പോൾ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിനെ തന്നെ ജ്വലിപ്പിക്കുകയാണ് ചെയ്തത്. ഐ വിഷ് യു ആർ ഓൾസോ ദ വിത്ത് മീ ഫോർ ദ ഫംഗ്ഷൻ. എൻ്റെ കൂടെ നീയും ആ ഫംഗ്ഷനിലും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഹൗ ഈസ് യുവർ സ്റ്റഡി ഗോയിങ് ഓൺ? നിൻ്റെ പഠനമെല്ലാം എങ്ങനെ പോകുന്നു? ഐ എം വെയിറ്റിംഗ് ടു സീ യു സൂൺ. ഞാൻ നിന്നെ കാണാൻ കാത്തിരിക്കുകയാണ്. യുവർ ലവിങ്ലി ആനന്ദ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൊരു ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ, അപ്പോൾ ഈ ലെറ്റർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ആക്ടിവിറ്റീസൊക്കെയാണ് ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ കൂടെ ഇമെയിൽ കൂടിയുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇമെയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അതുകൂടി ഒന്ന് കാണുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റിവിഷൻ ക്ലാസ്സിൽ കാണാം. ബൈ.